So next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്നൊരു മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആണ്. ഓക്കെ, സോ സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അസസ്മെന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡേൺ ടെക്നിക് ആണ്. ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താ? യൂഷ്വലി നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ പറയാ, നമ്മൾ ഈ മോഡൽസ് ഒക്കെ അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർട്ട്ഫോളിയോ ഇസ് എ കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ് അസംബിൾഡ് ബൈ ദി സ്റ്റുഡൻസ് ടു ഡെമോൺസ്ട്രേറ്റ് അച്ചീവ്മെന്റ്സ്. അതായത് സ്റ്റുഡൻസ് അവരുടെ അച്ചീവ്മെന്റ് കാണിക്കാനായിട്ട് കളക്ട് ചെയ്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും? അതിൽ വേണമെങ്കിൽ അസൈൻമെന്റ്സ് വിത്ത് ഫീഡ്ബാക്ക് ആകാം, അതേപോലെ എന്താണ് ലേണിംഗിന്റെ പ്രൂഫ്സ് ആവാം. ഓക്കെ, പിന്നെ എന്താണ്? നോട്ട്സ് ഓർ ഡ്രോയിങ്സ് ആയിരിക്കാം, ഡയറീസ്, ജേർണൽസിന്റെ ഒക്കെ ഓരോ പാർട്സ് ആയിരിക്കാം. അതേപോലെ അതായത് ആ കുട്ടിയുടെ അച്ചീവ്മെന്റ് ഏതൊരു തലത്തിലാണെങ്കിലും സർട്ടിഫിക്കറ്റ് ആവാം. ഓക്കെ, അപ്പം ആ കുട്ടിയുടെ അച്ചീവ്മെന്റ് ഏത് രീതിയിലാണോ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു ഡോക്യുമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ, ഒരു കുട്ടിയുടെ പോർട്ട്ഫോളിയോ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ കുറിച്ചുള്ള, ആ കുട്ടിയുടെ അച്ചീവ്മെന്റ്സ്, ആ കുട്ടിയുടെ സ്ട്രെങ്ത്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ഓഫ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഒന്ന് വേണ്ടത് കവറാണ് അല്ലെ. ഫസ്റ്റ് കവർ വേണം. ആ കവറിംഗ് പേജിൽ എന്തൊക്കെ ഉണ്ടാവണം? കുട്ടിയുടെ നെയിം, അതേപോലെ ബാക്കി ഡീറ്റെയിൽസ്, ഏത് ക്ലാസ് ആണ്, ഏത് സ്കൂളാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണം. ദ ഫസ്റ്റ് പേജ് വിൽ ബി ദ കവർ പേജ്. സെക്കൻഡ് പേജ് വിൽ ബി എ ടേബിൾ ഓഫ് കണ്ടന്റ്സ്. അതായത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് പറഞ്ഞാൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് പേജ് നമ്പർ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റ് ചെയ്ത് നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉണ്ടാക്കാം. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? നമ്മുടെ ഈ എവിഡൻസുകൾ, ഏത് രീതിയിലോ ഉള്ള എവിഡൻസ് ഉണ്ടോ അതിന്റെ എല്ലാം എവിഡൻസുകൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആ പോർട്ട്ഫോളിയോയിൽ ഫയൽ ചെയ്യുന്നുണ്ടാവും. സോ അതെന്താവാം? സർട്ടിഫിക്കറ്റ്സ് ആകാം, ഡോക്യുമെന്റ്സ് ആകാം, എക്സ്പ്ലനേഷൻസ് ആവാം, ഡ്രോയിങ്സ് ആകാം. അപ്പം ഏതൊക്കെ രീതിയിൽ അത് ഡെപിക്റ്റ് ചെയ്യാമോ, ഈവൻ വീഡിയോസ് പോലും ആ പോർട്ട്ഫോളിയോയില് പാർട്ടാവാം. ഓക്കെ, പിന്നെ എന്താണ്? സിസ്റ്റം ഫോർ ക്രോസ് റെഫറിംഗ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ പീസസ് ഓഫ് എവിഡൻസ് ക്രൈറ്റീരിയ ഓർ ലേണിംഗ് ഔട്ട്കംസ്. അതായത് നമ്മളിപ്പോ അടുത്തത് അതിന്റെ ഒരു ഇവാലുവേഷൻ പറയുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. അതായത് നമ്മൾ എന്ത് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണോ ഈ പോർട്ട്ഫോളിയോ നമ്മൾ അസസ് ചെയ്തിരിക്കുന്നത്, അതിൽ ഈ കുട്ടിയുടെ സ്റ്റാൻഡിങ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ക്രോസ് റെഫറൻസിനുള്ള ഒരു സിസ്റ്റം, അതും ഈ പോർട്ട്ഫോളിയോയുടെ, അതായത് നമ്മൾ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്തതിനു ശേഷം ഫയൽ ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ്? എവിഡൻസ് എല്ലാം വളരെ ക്ലിയർലി ലേബിൾഡ് ആയിരിക്കണം. സോ ദീസ് വിൽ ബി ദ കണ്ടന്റ്സ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോയെ സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഈ പോർട്ട്ഫോളിയോ അസസ് ചെയ്യുന്നത്? അതായത് നമുക്ക് എന്തുണ്ടാവും? ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ നടക്കുന്നുണ്ടാവുക. പോർട്ട്ഫോളിയോ നമ്മളിപ്പോ പഠിക്കുന്നത് എന്തായിട്ടാണ്? അസസ്മെന്റിന് വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പം സ്റ്റുഡൻസ് കളക്ട് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ എന്തുണ്ടാവും? പല എവിഡൻസുകളും ഉണ്ടാവും അല്ലെ. അവരുടെ അച്ചീവ്മെന്റ്സിന്റെ, അവരുടെ പെർഫോമൻസിന്റെ, അങ്ങനെ ഓരോന്നിന്റെയും അവരുടെ എവിഡൻസുകൾ കാണും. അപ്പൊ ഈ ഒരു എവിഡൻസിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുകയും പിന്നെ ഈ പോർട്ട്ഫോളിയോ എവിഡൻസുകൾ നോക്കുകയും അത് ഈ സ്റ്റാൻഡേർഡിന് അഗൻസ്റ്റ് ആയിട്ട് അസസർ കൺസിഡേഴ്സ് എവിഡൻസ് അഗൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡിന് അഗൻസ്റ്റ് ആയിട്ട് ഈ ഒരു കളക്റ്റഡ് ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. ഓക്കെ, അത് കഴിയുമ്പോൾ ലേണറിന് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എന്താ പറയാ, പുതിയ ക്ലാസ്സിൽ പോകാനാണെങ്കിലോ അല്ലെങ്കിൽ പുതിയൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇൻവോൾവ് ആവാനാണെങ്കിലോ അതിനൊക്കെ ലേണർ കോമ്പീറ്റന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അവിടുന്ന് പറയാം. അപ്പം സ്റ്റാൻഡേർഡ്, അപ്പം ഇത് ഇപ്പൊ നമുക്കൊന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഇപ്പൊ നമുക്കൊരു ആർട്ടിസ്റ്റിന്റെ പോർട്ട്ഫോളിയോ നോക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈനറിന്റെ പോർട്ട്ഫോളിയോ. ഇപ്പം എന്താ പറയാ, പലരും ഡ്രസ്സ് ഡിസൈനിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്ത പല ഡ്രസ്സസിന്റെയും ഒരു സ്കെച്ചസ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഫോട്ടോസ്, അവരുടെ ഐഡിയാസ്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? അവർ ഫയൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഫയൽസ് ആയിരിക്കും നമ്മൾ അവർ ഇന്റർവ്യൂ സമയത്ത് പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഫയൽസ് അവരിപ്പം നമ്മൾ നോക്കുന്ന ഒരാളെന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന അവരാരാ? ഇയാളുടെ ഒരു എക്സ്പെർട്ടീസ് ആയിരിക്കും സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇയാൾ കണ്ട ഇയാളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവരെന്ത് ചെയ്യും? അവരതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആളെ എടുക്കാമോ എടുക്കണ്ടേ, അല്ലെങ്കിൽ അവർക്ക് ജോബ് വേണോ വേണ്ടയോ, എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ്സ് പറയാൻ എന്താണ്? കട്ട് ഓഫ് മാർക്സോ അല്ലെങ്കിൽ ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന രീതിയിലൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ്സ് പറയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ വെച്ചിട്ട് അസസ്മെന്റ് നടത്തുന്നുണ്ടാവുക. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ? പോർട്ട്ഫോളിയോ അപ്രോച്ച് എൻകറേജസ് ദ യൂസർ ഓഫ് എ വൈഡർ റേഞ്ച് ഓഫ് ഐറ്റംസ് ആൻഡ് എക്സ്പീരിയൻസസ് ദാറ്റ് ഇസ് നോർമൽ ഇൻ അതർ ഫോർമാറ്റ്സ് ഓഫ് അസസ്, ദാറ്റ് ഇസ് ഇൻ നോർമൽ.
ഓക്കെ, അതായത് എന്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അതർ അസസ്മെന്റിൽ എന്താണ്, ഇപ്പൊ ഒരു മാർക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അവരുടെ അച്ചീവ്മെന്റ്സ് എല്ലാം ഡെപിക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, പോർട്ട്ഫോളിയോ യൂസ് ചെയ്താൽ സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ ഷോ ദർ ഡെവലപ്മെന്റ്, ദ കപ്പാസിറ്റി ടു റിഫ്ലക്ട് ആൻഡ് ഇന്റർപ്രറ്റ് ഐറ്റംസ്. പോർട്ട്ഫോളിയോ ഈ ഡീറ്റെയിലിംഗ് വരുന്നത് തന്നെയാണ് അവിടെയും പറയുന്നത്. അപ്പൊ അവരുടെ ഡെവലപ്മെന്റൽ ഒരു ചാർട്ട് കാണിക്കുക അവർക്ക്, അതേപോലെ അവർക്ക് കപ്പാസിറ്റി, അവർക്ക് എന്തുമാത്രം കഴിവുണ്ട് അല്ലെങ്കിൽ ആ ഒരു എന്തുമാത്രം അവർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ അവിടെ ശരിക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ എന്താണ്, ദ പോർട്ട്ഫോളിയോ അപ്രോച്ച് യൂഷ്വലി ഗീവ് സ്റ്റുഡൻസ് ഫ്രീഡം ടു യൂസ് ദിയർ ഓൺ ഇനിഷ്യേറ്റീവ്. അപ്പൊ അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ അവർക്ക് തന്നെ എന്ത് ചെയ്യാം, അതിനെ എന്തൊക്കെ മോടി പിടിപ്പിക്കാമോ അങ്ങനെ ചെയ്യാം അല്ലെ, എത്രയും ഇംപ്രസീവ് ആയിട്ട് ആക്കാമോ അത് അവർ തന്നെ അവരുടെ സ്കിൽസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ അവർ തന്നെ അത് ചെയ്യുന്നുണ്ടാവും. ദ സ്റ്റുഡൻസ് വിൽ ഡിസൈഡ് ഹൗ ദ പോർട്ട്ഫോളിയോ ഈസ് പ്രസന്റഡ് ആൻഡ് ഓർഗനൈസ്ഡ്. അപ്പൊ അതിന് ഓർഗനൈസേഷൻ ഏതിന് ശേഷമാണ് ഇത് കാണിക്കേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ സ്കെച്ചസിന്റെ ഒരു ബുക്ക് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതൊന്ന് ഓർഗനൈസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, എത്തനിക് വെയർ ഒക്കെ ഒരുമിച്ച് അല്ലെങ്കിൽ മോഡേൺ വെയർ വേറെ അല്ലെങ്കിൽ അത് മിക്സ് ചെയ്ത് അത് ഓരോരുത്തരുടെയും എന്താണ് അവർക്ക് എങ്ങനെയാണോ അത് കാണിക്കാൻ അല്ലെങ്കിൽ വേറൊരാളെ കാണിക്കാൻ താല്പര്യപ്പെടുന്നത് അതിന്റെ ബേസിസിൽ അവർ തന്നെ അത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എന്താണ്, ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു എ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് ഇപ്പം നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ ഉപകാരമാണ്, നമുക്ക് പേരൻസിനെ കാണിക്കാം അല്ലെ, ഹയർ അതോറിറ്റിയെ കാണിക്കാം, ഇപ്പൊ ഒരു സ്റ്റുഡന്റ് വേറൊരു സ്കൂളിലേക്ക് മാറി പോവുകയാണെങ്കിൽ അത് അവരെ കാണിക്കാം. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, വേറൊരു ടീച്ചർ ഇതിൽ എക്സ്പെർട്ടീസ് ഉള്ള ടീച്ചറാണ്, അപ്പൊ അങ്ങനെ ആ ടീച്ചറിനെ കാണിക്കാം. സോ അങ്ങനെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു പോർട്ട്ഫോളിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദ അഡ്വാൻറ്റേജസ് യു ക്യാൻ ലിസ്റ്റ്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോർട്ട്ഫോളിയോ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതേപോലെ തന്നെ ഫാക്കൽറ്റിക്ക് എന്ത് വേണ്ടി വരും, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടത്, സ്റ്റുഡൻസിനെ എങ്ങനെ ഇത് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് ആൻഡ് ടീഡിയസ് പ്രോസസ് ആണ് അല്ലെ. സ്റ്റുഡന്റിന്റെ എല്ലാ അച്ചീവ്മെന്റ്സും റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോൾ 1-2 സ്റ്റുഡൻസ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഒരു ക്ലാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാസ് ഹാസ് 40 to 60 സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു കമ്പൈലേഷൻ എന്താണ്, വളരെ ടീഡിയസ് ആണ്. അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നും അവർക്ക് ആ സീരിയസ്നെസ് അല്ലെ, പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിനോടുള്ള ഒരു സീരിയസ്നെസ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഈസി. മേ ബി ഹയർ ക്ലാസ്സസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ഡിസൈനർ ഒക്കെ പറയുമ്പോൾ എന്തായി, അവർ ആ പ്രൊഫഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് അവരെ എങ്ങനെ കാണിക്കണം അല്ലെ, എന്ത് ചെയ്യണം, എന്നെ കുറിച്ച് അവരെ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം. സോ ആ ഒരു റേഞ്ചിൽ അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ സ്റ്റുഡൻസിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ഫർ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ എന്താണ്, പ്രോഗ്രാംസിൽ തന്നെ ഡിഫറൻസ് വരികയാണെങ്കിൽ ഈ പോർട്ട്ഫോളിയോ റിക്വയർമെന്റ്സ് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞില്ലേ, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സ് എന്ത് ആവണം, രണ്ടിടത്തും സിമിലർ ആവണം, എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് ഇതെല്ലാം എന്താണ്, ഡോക്യുമെന്റ്സും ഡോക്യുമെന്റേഷനും ആണ്. അപ്പൊ ഇതിന്റെ സ്റ്റോറേജ് ഒരു വലിയ പ്രശ്നമാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.